ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിങ്കി ഉഴുവാൻ വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു ട്രിപ്പായാലും ഞങ്ങൾ സേലത്തേക്കൊരു ട്രിപ്പ് പോവാം, തമിഴ്നാട്ടിലേക്ക്. എൻ്റെ മൂത്തേൻ്റെ വീടുണ്ട് സേലത്ത്, അപ്പോൾ അങ്ങോട്ടേക്ക് ഉഴുവാനെയും കൂട്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അതുവഴി ഊട്ടിയിലേക്കും. അപ്പോൾ എല്ലാവർക്കും വ്ളോഗിലേക്ക് സ്വാഗതം. അവിടെ എത്താനാകുമ്പോൾ ഇങ്ങനെ കുറേ മലയെല്ലാം കാണാം. അപ്പോൾ അതെല്ലാം വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ. ഫുള്ളായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളൊരു വൈകുന്നേരം അവിടെ എത്തി. അപ്പോൾ പോകുന്ന വഴിക്കൊരു മയിലിനെ കണ്ടില്ല. അപ്പോൾ 2:30 മുതൽ ഇവൻ മയിലിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അതിനെയും വരുതി അവിടെ എത്തിയപ്പോൾ ഒന്ന് ഫ്രഷല്ലായിട്ട് അങ്ങോട്ട് ഇറങ്ങി. അവിടെ അധികം മയിൽ വരുന്നതാണ്, കുറേ മയിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും പരുത്തി ഇറങ്ങി. പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മയിലിനെ കാണാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ ഇറങ്ങി നടന്നു. നല്ല രസമാണ് അടുത്ത സ്ഥലം കാണാൻ വേണ്ടി, കുറേ പാടും എല്ലായിട്ട്. പൈപ്പുണ്ടോ? ആ പീക്കോക്കിന് പേര് തന്നെയാന്നോ? ആണോ? കണ്ടെന്നിട്ട് പീക്കോക്ക് എങ്ങനെ കാര്യം പൊന്നെ? അയ്യോ, ഗൈസ്, നമ്മൾ കാട്ടിലെത്തിപ്പെട്ടു ഗൈസ്. കുറച്ച് ലൈറ്റെല്ലാം ഉണ്ടായിരുന്നു മയിലിനെ പരുതാൻ ഇറങ്ങുമ്പോൾ. പരുത്തി എത്തുമ്പോഴത്തേക്ക് ലൈറ്റെല്ലാം പോയി. കുറച്ച് വൈകുന്നേരം. എന്നിട്ട് മയിലിനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വിചാരിച്ചൊരു നടത്താല സ്ഥലം കാണാമല്ലോ എന്ന് വിചാരിച്ച് പരുതി അന്ന് നമ്മൾ മയിലിനെ കണ്ടിട്ടില്ല. രാവിലെയായി ഗൈസ്, രാവിലെയായി. അന്നും ഇറങ്ങി ചായയെല്ലാം കുടിച്ച് വെറുതെ നടന്നു. പിന്നെ ഇതെല്ലാം അവർ കൃഷി ചെയ്ത് തന്നിട്ട് എന്തെല്ലോ സാധനങ്ങളായിട്ട് നടന്നു പോകുന്നുണ്ട് അങ്ങ്. ഇത് നോക്ക്. ഹായ് ഹായ്. അവിടെ നിന്ന് നട്ടിന് ഇവിടെ மண்ணில் ஒன்று இது அவரை போட்டிருக்காங்க. அவரை அதான் போட்டிருக்காங்க. முளைச்சி ஏரில் மாடு இருக்கு இல்லையே, மாட்டில் போடுவாங்க. அப்படி அது ஃபுல்லாக அவரையா? ஃபுல்லாக அவரை. ஃபுல்லானா அந்த முளைச்சி தெரியுது இல்லை? இப்போ முளைச்சி வந்து അങ്ങനെ அது கொடி ஃபுல்லாக வந்துடும், காடு ஃபுல்லாக பரவிடும். இதுக்கு முன்னாடி தட்டைப்பயிறு. അങ്ങനെ വെച്ചാ தட்டைப்பயிறு எடுத்துட்டாங்க. തട്ടപ്പയർ ചെറുപയരാ? ஆ இல்லை, சிறுபயிறு பாசி பருப்புன்னு சொல்லுவீங்க. அப்போ பச்சையாக இருக்கும். தட்டைப்பயிறுங்கிறது பார்த்தீங்கன்னா நீ அம்பயிறு. ப்ரௌன் கலரு. ப்ரௌன் கலர். அது இங்கே காட்டிலேயே விவசாயிகிட்டே கிலோ 80 ரூபாய்க்கு எடுத்துக்கிட்டாங்க. ஃபுல்லாக போட்டிருந்தாங்க. இப்போ வந்து அவரை മേട്ടുകാട്ടിൽ அதுதான். ഓരോ ടൈം ഓരോന്നല്ലേ? ഓരോ ടൈം ഓരോന്ന്. വേറെ കോക്രോച്ച്, നല്ല രസമുള്ള കോക്രോച്ച് ഉണ്ടോ? പീക്കോക്ക് വരും. എന്ത് കാണാനാ പോന്ന്? ഓ, കാല് വെച്ചിട്ട് ഉടച്ചിട്ടാ? அப்போ வேலியொന്നും கட்டிட்டுണ്ടാവില്ല. போய் சாப்பிட்டு போய் 1 மணி நேரம் உட்காந்து முழுக்கிறதுக்கு, இல்லைன்னா எல்லாம் பறிச்சு சாப்பிட்டு போயிடும். அங்கே கூட்டமாக இருக்கும். அங்கே குளம் இருக்கு, தண்ணி இல்லை. இப்போ அது பக்கத்தில் காடு, அதில் ஃபுல்லாக இருக்கு மயில். അങ്ങനെ പീക്കോക്ക് എങ്ങനെ പീക്കോക്ക് അറിയുന്നത്? അവൻ്റെ ഷെഡ് മേലെ കാലെല്ലാം ഉட்காந்துருக்கும். അങ്ങനെ പീക്കോക്ക് എങ്ങനെ ഒരു കറിയോ?
ആ അതെ അല്ലേ. സീതപ്പഴം കണ്ട എൻ്റെ റോഡ് സൈഡിലല്ല സീതപ്പഴം. അയ്യോ കടിക്കുവാ. അയ്യോ എന്നെ രക്ഷിക്ക് അമ്മേ. இறை வச்சு பழக்கிட்டான். கோழிக்கு வைக்கும்போது அது வந்து சாப்பிடும். பழக்கிட்டான். டெய்லி 4 மணி ஆனால் அவன் வீட்டுட்டு வந்து இறை வச்சிருவான். அதான் நாய் பிடிச்சிருச்சு. മയിലിന് നായി പിടിച്ചാ? அடிக்கடி இந்த லைன் போகிற ஹெச்டி லைனு இதெல்லாம் மாட்டி இறந்துடும். ആ അയ്യോ പാവം. കുറേ ഉണ്ടല്ലേ മയില്? நிறைய இருக்கு. இப்போ இந்த இப்போ தான் கழிச்சு பாருங்க, இங்கேயே வரும், நம்ம இந்த வயலுக்கே வரும். നമുക്കിപ്പോൾ ഓരോന്നും പറഞ്ഞു തന്നില്ലേ. അവരുടെ പേരാണ് കുമാരങ്കിള്. കുമാരങ്കിള് ഓരോന്ന് പറയലായിരുന്നു. കുറേ മയിലുണ്ടാവും അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇവർ നട്ട വിത്തെല്ലാം വന്ന് ചവിട്ടി അരച്ചത് തിന്നു. പിന്നെ ചന്ദനാന്നാണ്ട് ഇപ്പം കണ്ട ചന്ദനുണ്ട്. ആരെല്ലാം കാട്ടിൻ്റെ അകത്തും മറ്റേ അടിയുടെയെല്ലാം ആയിട്ട് എല്ലാ മരവും ഉണ്ടാടെ. കുറേ ഇവരെന്നെ കൃഷി ചെയ്യും. ഇത് കുന്നിക്കുരുവാണ്. കുന്നിക്കുരുവിൻ്റെ വള്ളി. മഞ്ചാടി അല്ല, കുന്നിക്കുരുവിനെ ഞാൻ തോന്നുന്നു. അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. മഞ്ചാടി ഇങ്ങനെ ആയിരിക്കില്ലല്ലോ എല്ലാം തോന്നുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു മയിലിനെ കണ്ടത്. കാണൂല വിചാരിച്ച് തിരിച്ചത്. പക്ഷെ അന്നേരം കണ്ടു. தெரியல, பெண்மயில் தான். நம்ம பக்கத்தில் போனால் அப்படி போயிடும். അതെ ഇപ്പം അവിടെ തന്നെ ഉണ്ട്. സപ്പോർട്ടേണ്ട അല്ല, സപ്പോർട്ടല്ല, മാറിപ്പോയി ഗൈസ്. സീതപ്പഴം എത്ര പാടാന്ന് നോക്കിയേ. കുറേ ആയിട്ടുണ്ട്. ഇല്ലതാ. അങ്ങനെ അവിടെ കുറേ ആത്തച്ചക്ക ഉണ്ടായിന്. ആത്തച്ചക്ക തന്നെ ഇല്ല, സീതപ്പഴം ആത്തച്ചക്ക എന്നാന്ന് തോന്നും പറയുക. അതിന് എനിക്ക് അറിയില്ല. പിന്നെ കദളിപ്പഴത്തിൻ്റെ വാഴയുണ്ട്. അങ്ങനെ കുറേ എന്തെല്ലാം അവിടെ ഉണ്ട്. വേറൊരു സാധനം കാണിച്ച് നാരങ്ങ ഉണ്ടോ? നാരങ്ങ പഴുത്ത് വീണിട്ട് അതിൻ്റെ ഇടയിലെല്ലാം വീണിട്ടുണ്ട്. മറ്റേ ഇത് സാധാ നാരങ്ങ അല്ലാന്ന് തോന്നുന്നു, ചെറുനാരങ്ങയാന്ന് തോന്നുന്നു. ചെറുനാരങ്ങ ഇത്രയെല്ലാം വണ്ണം വെക്കുമല്ലേ. ഓക്കെ, എത്ര പഴം നോക്കി അതിൻ്റെ ഇൻ്റത്ത്. ആ മുള്ളുണ്ട്, മുള്ളുണ്ട് കണ്ടോ. കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മുരിങ്ങാക്കോല്, എല്ലാം ഉണ്ട് ഇവിടെ. മുരിങ്ങാക്കല്ല് നോക്കി. ആഹാ, ഇത് മുരിങ്ങാക്കോലിൻ്റെ പൂവ് വറുക്കും. നല്ല രസം മുരിങ്ങേൻ്റെ പൂവ് വറുത്താൽ. മുരിങ്ങക്കാൽ അയ്യൊന്നേ ഇതിൻ്റെ അത് കാണുന്നുള്ളൂ. പേരക്കയുണ്ട്, നാരങ്ങയുണ്ട്. പേരക്ക ഉണ്ടോ? പേരക്ക, 2 പേരക്ക. യൂട്യൂബിലൊക്കെ ആയിട്ടുണ്ടല്ലേ ചെറുത്. ആ അതെ, എൻ്റെ അകത്തുണ്ട്. ആകുന്നത്ര ചിക്കൂല്. കപ്പയ്ക്കുണ്ട്. ഇത് ഇത് ചെറുനാരങ്ങയല്ല, നമ്മൾ തിന്നുന്ന പോലത്തെ പഴ. അങ്ങനെ വെച്ചാ അത് ചെറുനാരങ്ങയല്ല, സാധാ നമ്മൾ തിന്നുന്ന പോലത്തെ കുഞ്ഞു നാരങ്ങ. പൊളിച്ച് അങ്ങനത്തെ. ആ അതിൻ്റെതില്ല അല്ലേ? അതും ഉണ്ടോ? അങ്ങനെ നാരത്തങ്ങ.
ഇത് അത് அந்த செடி അതെന്നാ മാതള നാരങ്ങ അല്ലേ? மாதுளை இது மாதுளை ഏത് இது நார்த்தங்க നാരത്തങ്ങന്ന് വെച്ചാ நேற்று ஊர்க்கா சாப்பிட்டீங்களா ஊர்க்கா മനസ്സിലായിട്ടില്ല. சிக்கன் சாப்பிட்டுக்கல ஊர்க்கா அண்ணி வைக்கல ചെറുനാരങ്ങ. இது நெஞ்சு ஹார்ட்டுக்கு நல்லது. ഈ സാധനം അല്ല അതിന്റെ കായ് കൊടുത്തു. காய் இருந்தது இதெல்லாம் கீழே விழுந்து போச்சு. ഇത്രയാവോ? இவ்வளோ பெரிய காய் வரும். അതെ பிஞ்சு ഒന്നാവുന്നു. நல்லா இவ்வளோ பெருசு வரும். അതെ ചെറുതുണ്ട് ഒന്നാവുന്നു. ഇതാന്നല്ലേ ചെറുനാരങ്ങ? ഇതെല്ലാം ആവുന്നതാ കായ്? പൂവാ? അത് പൂവാണല്ലേ? பூ மொக்கு நல்ல காய்க்கும் காய். മൊട്ടിനാണല്ലേ മൊക്ക് പറയുന്നത്? ഫോക്കസ് ആകട്ടെ. அது ஒரு கை பழுத்து கொட்டி போச்சு. അതിൻ്റെ അകത്തെല്ലാം பப்பாளி. പപ്പാളിയാ? കപ്പക്ക? அதா കപ്പക്കയല്ലേ? പപ്പാളി. பப்பாளி. அதே மாதிரி வாழை. வாழையில் வந்து செவ்வாழை. செவ்வாழையா? அதா നമ്മളെ മറ്റേ സീതപ്പഴം சீத்தாப்பழம். അല്ലേ? സീതപ്പഴം. சீத்தாப்பழம் இது செவ்வாழை. ஒரு பழம் வந்து 30 ரூபாய் வரும். ഒരു കൊലക്ക് 30? பழம் 30. ഒരു പഴത്തിനാ? ആ சேம் இதே கலர் தான் வரும். എനിക്കൊന്നും നമ്മുടെ അടുത്ത് ഇതില്ലാന്ന് തോന്നുന്നു അല്ലേ? இங்க இல்ல சேம் அதே கலர் தான் வரும். അതെ ഇന്നലെ കഴിച്ചല്ലേ? அதே மாதிரி அது வந்து சந்தன வாழை. ചന്ദന വാഴയാ? ഇതെന്നാ ഇത്? ഈ സാധനം இது மாதுளை. മാതളിയോ? மாதுளம்பழம். നമ്മളെ കറിയാക്കുന്ന? இல்ல இல்ல சாப்பிடுறது. മാതള നാരങ്ങ ரெட் கலர்ல வரும் இவ்வளவு பெருசு. മാതള നാരങ്ങ പച്ച കളറിലുള്ളല്ലേ? சிகப்பு உளிச்சா உள்ள ரெட் கலர் இருக்கும் சோள சின்ன சின்னதா. നാരങ്ങേന്റെയാ? ஆமா மாதுளை. എന്നാ കറിയാക്കുവോ? இல்ல இல்ல பழம் ஃபுட் நாம ஆப்பிள் சாப்பிடுறோம்ல. അയ്യോ അതെന്ത് നാരങ്ങ? നമ്മളടുത്ത് കേരളത്തിലില്ലേ? இல்ல இங்க உண்டு. അയ്യോ എന്നാ എനിക്ക് പേരറിയായിട്ടായിരിക്കും. അനാറാന്നാ? இவ்வளவு பெருசு. ഉറുമാമ്പഴം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ അല്ലി അല്ലി പോലെ. അതിന്റെ ചെടിയല്ലേ? பூ வச்சிருக்கு. ശരിക്കും വരുമോ അതിന്റെ അകത്ത്? ഉണ്ടാവോ? செடி இல்ல. അല്ല പഴം ഉണ്ടാവോ? കായ്? பழம் காய் வரும். அதான் மேல பூ வச்சிருக்கு பாருங்க. அதான் பூ. അതെ ഉണ്ട്. ഇത് കായ് കണ്ടോ? സംഭവം നമുക്കറിയുന്നത് തന്നെയാണ്. പക്ഷേങ്കിൽ അവർ വേറെ നമ്മൾ വേറെ പറയുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഓരോ പഴത്തിനും ഓരോ പേരിൽ അവർ തമിഴിൽ പറയാം. അപ്പോൾ നമുക്ക് വേറെ ആയിരിക്കും. അങ്ങനെ ഇതെന്തോ ചന്ദനവാഴ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് നേന്ത്രവാഴയാണെന്നോ അറിയില്ല. അങ്ങനെ പറഞ്ഞാന്നു. അതിൻ്റെ അകത്തൊരു പക്ഷി കൂട് കെട്ടിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഓരോ സാധനങ്ങൾ നാരങ്ങ അത് ഇത് ആയിട്ട് എല്ലാവരും പോയി കഴിഞ്ഞാൽ കാണാം. പിന്നെ ഇവർ പേര് മാറ്റം. ഇത് അങ്ങ് കൊണ്ടുവന്ന പിലാച്ചെടി. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാ? ഓ നമ്മള് പ്ലാവ് അല്ലേ ചേച്ചിന്? അത്രേ ആയല്ലോ. ഈടെ പ്ലാവില്ല? ഈടെ പ്ലാവുണ്ടോ? ആന്നാ? എനിക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന നട്ടെന്തേ? ഓ അവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലാണ്ടില്ല അല്ലേ? എല്ലാം ഉണ്ട്. இங்க பலா உண்டு. ஏற்காட்டுல பயங்கரம் உண்டு. അതെ பழம் நல்ல டேஸ்டா இருக்கும். இனிப்பு. ഇവിടുത്തെ തന്നെ വെറൈറ്റി ചക്ക ഉണ്ടാവും. ഒരു വീട് കണ്ടോ? എല്ലാം ഉണ്ട്. ആടുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, എല്ലാം ഉണ്ട്. അത്തിക്ക കേട്ടിട്ടുണ്ട്, കായ് അറിയില്ല. ഇത് അത്തിമരം മരം. അത് നെല്ലി ഉണ്ടാ? ചെറുനെല്ലി. ചെറിയ നെല്ലിയ? ഏത് ചെടി? ഇത് നമ്മളെ സീമക്കൊന്ന വനിതാ വീട്ടിൽ ഇருக்கு കായ്. ഇതൊന്നും കാപ്പ് കൊല്ല. എന്നാണ് നെല്ലിക്ക? ഇതിലെ ഫുള്ളാ ഇതെല്ലാം ഫുള്ളാ. ഓ നമ്മളെ ബിൽബിക്ക അല്ലേ? ഭയങ്കര പുളിയല്ലേ അല്ലേ? അത് ഊർക്കാപ്പള്ള നല്ല ടേസ്റ്റ് ആണ്. അതുണ്ട്. നെല്ലിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഞാനത് സീമക്കൊന്നു വിചാരിച്ചു. പക്ഷെ കായ് ഒറ്റയില്ലല്ലോ ഇതിൻ്റെ അത് ഫുള്ള് ഉണ്ടാവണ്ടല്ലേ? കായ് അങ്ങ് ഇപ്പൊ വനിതാ വീട്ടിൽ ഇருக்கு കായ്. അത് ഫുള്ളാ കായ ഇருக்கு. അതെ ഫുള്ള് ഉണ്ടാവും. എടാ ഒരു ഹായ് പറഞ്ഞടാ. மண்ணெடுத்து பேசிட்டியா? மண்ணெடுக்க போனியா? உங்க அப்பா சத்தம் போட வந்துட்டியா? மோர் வேடத்தில் பற்றி வீடியோ எடுத்தியா? அது அவன் திருப்பி போகிறேன்.
ആ ശരി ശരി നിങ്ങൾ ഇതിനെന്താ പറയാ? ഇതിനെന്താ പറയാ ഇതിന്? அது முறிஞ்சு போச்சு கீழே வச்சு சிலுக்கணும் உயரமா இருக்கும் ഓ നല്ല ഹൈറ്റ് ഉണ്ടാവും. നെയ്യല്ലേ? ആ അങ്ങനെ മസ്താ. നമ്മടുത്ത് എന്ത് പറയുന്ന അറിയാം മലയാളത്തില്? അറിയാ മലയാളത്തില്? ആ മന്ത് തന്നെ. അതിപ്പോ പറയുന്ന കേട്ടിട്ടല്ലേ? அது டப்பால போட்டு இப்படி ஆடிக்கிட்டே இருந்தா கூட வந்துடும். അതിന് ഇവിടെ ഒരു സ്റ്റൂള് വെച്ചിരിക്കറ. ഇത് വേണോ? സ്റ്റൂള് വേണോ? വേണ്ട, ഇരിക്കറ് കേട്ടോ. ഏടി ഇരിക്കറ്. ഒക്കറ് ഏടി ഒക്കറ്. சீக்கிரமா சிலுக்க முடியாது. കുറച്ചും കൂടെ നേരത്തെ ആണെങ്കിൽ ഇതിലും മുന്നേ വെണ്ണ വരുന്ന അങ്ങനെയല്ലേ ഉണ്ട്. വെയിൽ വന്ന വെണ്ണ വരാൻ ലേറ്റ് ആവുന്നു. അതെ. ഓഹോ, നല്ല ഐഡിയ തന്നെ. മറ്റേ ഇതിന് കെട്ടിയിട്ടിട്ട് அதுதான் இந்த டேபிள் வைக்கிறதுக்கோசரம் தான். மத்து உயரமா இருந்தா கீழே வச்சு கூளையா இருக்குதுல்ல. കണ്ട വെണ്ണ വന്നിട്ടുണ്ട്. அது கையாளி போகும் கை விட்டு வரைக்கும் சாப்பிட்டு பாருன்னா பால் கறந்து മോര് കട പാല് എല്ലാം ഒരു മാട് വാങ്ങി കെട്ടിക്കാം. വീട്ടിൽ വാടിനെ വാങ്ങാനാ? ആടിന്റെ ബാക്കിൽ ഞാൻ നടക്കേണ്ടി വരും. റുവാന്റെ ബാക്കിൽ ആര് നടക്കും? പട്ടിന്റെ പേരെന്നാ? എന്നാ പേര് പറ. ആ മുത്തമ്മ. ഹായ് പറ. ആ അടുത്ത പാട്ടിയാണ് ഇത് കേട്ടോ. മുത്തമ്മ എന്ന പേര്. അപ്പോൾ മന്ത് വെച്ചിട്ട് വെണ്ണ ഉണ്ടാക്കുന്നത് ഞാനെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ നിന്ന് അങ്ങനെയാണ് അവർ വെണ്ണ ഉണ്ടാക്കിയിട്ട് ആ വെണ്ണ അവർ യൂസ് ചെയ്യുക, അല്ലാണ്ട് പീടികയിൽ നിന്നൊന്നും വാങ്ങൂല എന്ന് പറയും. അങ്ങനെ അവരോരോന്നോരോന്നും പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇത് ആക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അവരെടുക്കുന്ന സ്റ്റൈല് നോക്കിയാൽ ഭയങ്കര ഐഡിയ തന്നെ. മേശേൻ്റെ അടുത്ത് കയറെല്ലാം കെട്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്നും പറയുമ്പോൾ അങ്ങനെ ചിരിക്കുന്നതാണ്. പിന്നെ നല്ല രസം അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. ചൂടാണെന്ന് ചോദിച്ചാൽ ചൂടുണ്ടായിന്, പക്ഷേ എനിക്ക് തണുപ്പുമുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇവരെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം വെണ്ണ കൊണ്ടു തന്നേനെ. ഇപ്പം എനിക്ക് വെണ്ണ വേണമെന്ന് ചോദിച്ചത് വെറുതെ നിന്നാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കിഷ്ടമൊന്നുമല്ല വെണ്ണ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ വേണ്ടെന്നെല്ലാം പറഞ്ഞ് വെണ്ണ ഓരോന്നും കയ്യിലാക്കി എടുത്തിട്ട് അതിനിപ്പോൾ ആക്കി വെക്കും ഫുള്ളായിട്ട് ഓരോന്ന്. கோயிலுக்கு விளக்கு வைக்கிறது, சாப்பிட்றது. കോവിലും ഇതന്നെ യൂസ് ചെയ്യാ? நெய் விளக்கு. അതാ காலைக்கு எண்ணெய் கொண்டு போய் 9 தேங்காயில் விளக்கு வச்சாங்க. നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം വാങ്ങി തന്നെയാണ്. കോവിലും അതെ, സാപ്പിടാനും അതെ. അവർ പറയലേനും ഒരു പശുവിനെ വാങ്ങിക്കുക, അവർ മാട് എന്നാണ് പറയുക. പശുവിനെ വാങ്ങിക്കുക, വന്നിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ആക്കാലോ, മറ്റേതെല്ലാം ഭയങ്കര കൃത്രിമല്ലേ എന്നുള്ള. അവരെന്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ നെയ്യിലാക്കും. നമ്മൾ പോയ സമയത്ത് വൈകുന്നേരം നമുക്കൊരു ഇതാക്കി തന്നെ അട പോലെയുള്ള അത് ഇതിൻ്റെ അകത്ത് ആക്കിയിട്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ അത് കഴിച്ചില്ല, എനിക്ക് മധുരം ഇഷ്ടമല്ല. ഞാൻ ഒന്നേ കഴിച്ചില്ല. എന്നിട്ട് അതിനിങ്ങനെ പറയുന്നുണ്ട് അമ്മമ്മ. அது சாப்பிடவே இல்லை, ஒன்று தான் சாப்பிட்டீங்க. ഞാൻ ഒന്നേ എടുത്തില്ല. போகல பொட்டலம் கட்டிட்டு நம்ம தண்ணி கொடு. போகல கொண்டு போய் காரில் நட்டு சாப்பிட்டு പിടിക്കുന്നില്ല. എനിക്കിഷ്ടമായിട്ടില്ല മധുരം. എനിക്കിഷ്ടമല്ല. എരിവ് ഇതെല്ലാം ഉള്ളതാണ് ഇവക്ക് വേണ്ട. ഇവക്ക് അധികം ഇനിപ്പ് വേണ്ട. சரி தண்ணி கொடு. അതെ, തണ്ണിക്കൊട്ട്. വെള്ളം കൊടുങ്ങ. ആ മലയാളം പഠിച്ചല്ല. വെള്ളം കൊടുക്കണോ? എത്രപ്പാട് വെള്ളം ഒഴിക്കും ഇതിനകത്ത്? അതിന് വരുന്ന വെണ്ണ വരില്ല. ഓ, വെള്ളം ഒഴിച്ച ഇത് വെച്ച് ഇങ്ങ് കിട്ടിയല്ലേ? അയ്യോ
ஒருத்தர் இல்லாந்தா நான் 2 தரம் உள்ளங்காயில் வாங்கி முழுங்கிருப்பான். ஆ வெண்ணெய் கொடு ஆத்தா, வெண்ணெய் கொடு ஆத்தா, வெண்ணெய் கொடு. ആമ്പടാ கிறிஸ்டனுக்கு வேணாம் தான் நிறைய ആ അതെ പിടിക്കൂ. ഓഹോ ഇനി ഇതാക്കണ அவ்வளோதான். കഴിഞ്ഞാ இந்தரம்மா சாப்பிடுங்க பா. നമ്മൾ കടലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോക്കായി ബാബോ இது எதுக்கு വെറുതെ ഇതാ പോകുന്ന വഴിക്കെല്ലാം നാരങ്ങയാന്ന് കണ്ടോ. ഇവിടുത്തെ നാരങ്ങ ഇതാ കണ്ടോ, നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്നാന്ന് കുമാരങ്ങളെ ഇത് ഇത് இது பாலமரம். പാലമര. பாலமரம். ഇത് വറക്കുവോ? இது வந்து வீடு கால் போடுவாங்கல்ல புதுசா வீடு கட்டும் போது அது இதுதான் நடுவாங்க பாலை. ഓ അങ്ങനെ. பால் வரும். இது ஒரு மூலிகை மாதிரி தான். സീതപ്പഴം എത്രയാണല്ലേ? സീതപ്പഴം ഒറേ நிறைய இருக்கு. காய் பெருசாகும். போலாம். നമ്മളെ നിലക്കടലയില്ലേ തോല് പൊളിച്ചതെന്ന് അതിൻ്റെ കൃഷിയുണ്ട് ഇവർക്ക്. എന്നിട്ട് അത് പറിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഇത് നേരെ ഇപ്പുറത്തുള്ള വീട്ടിലുള്ളവരാണ്. അവർക്കും ഉണ്ട് കുറേ പശു. അവിടെ ഉള്ള എല്ലാവർക്കും പശു ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ ഒരാൾ നിന്നിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ നടന്നു വീട്ടിൽ ഒരു കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു നിലക്കടലേൻ്റെ പാടം. അങ്ങനെ കുമാരങ്ങൾ നമ്മളെയും കൂട്ടി അടുത്തേക്ക് പോകുന്നത്. അവരെന്തെല്ലോ വർത്താനം പറയുന്നത്. തമിഴ് എന്ന് തീഞ്ഞിട്ടൊന്നുമില്ല. இதை முடிச்சு தான் சரி கொடுங்க. அங்கே தான் கிணறு இருக்கு. അവിടെ കിണറുണ്ടാ? அது செடி பார்த்தோம்னா இருக்கு. ഓ അങ്ങനെ അത് തിന്നാൻ വരുന്നതാ. അമ്പാ ഇത് ബദാമല്ലേ? കണ്ടോ കണ്ടോ കോഴി കോഴി മറ്റേ പൂരി കഴിയുന്ന കോഴീനെ കണ്ടോ. என்ன அம்மா இப்படி பார்க்குற? ഹലോ ഹലോ ചിരിക്കുന്നു. பூசணி, சாம பூசணி, ഏ பூசணிக்காய். പൂസണി. ഓ அங்கே அட்டி இது മനസ്സിലായല്ലോ എല്ലാവർക്കും. പൂസണിക്ക നമ്മളെ കുമ്പളങ്ങ. இருக்கா எழுதிட்டு இருக்குதா? சாப்பிட்டா இட்லி சாப்பிட்டா. என்ன வேணும்? മൂഷിക്കാൻ്റെ വീട് ഇതാ. அவ அம்மா அது. അതാ അതിൻ്റെ ചിഹ്ന. ഇവരെ വീട്ടിലൊരു കുട്ടി വരുത്തുണ്ട്. ആ കുട്ടീൻ്റെ വീട് അതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നരയും കുമ്പളം കണ്ടിട്ടില്ല, അവർ പൂസണിക്കാന്നാണ് പറയുന്നത്. അത് ആ നേരെ കാണുന്നതാണ് നമ്മളെ പാടം. അവിടെ പോയിട്ടാണ് പറിക്കേണ്ടത്. പിന്നെ ഇതൊന്നും എന്താ പറയുക, എന്തോ പറയാനുണ്ട്, ഈ പേരെനിക്കറിയില്ല കേട്ടോ. അതാണത്. ഇതും കുറേ അടയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ഈ സാധനം. അതിൻ്റെ ഉള്ളിലുള്ള കായ് തിന്നാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ലേ. അപ്പോൾ അവർ പറയലാണ് ഇത് ഷുഗറിന് നല്ലതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കായെന്ന്. இது வந்து போட்டு கிழங்கு வரும். ഉള്ളിൽ ഉള്ളിൽ அதை வந்து வேக வச்சு சாப்பிட்டா சுகர்லாம் குறையும். ഷുഗർ കുറയോ? நாங்கள் முளைக்கு போட்டிருக்காங்க செடி. ഇതെന്നാ? கிழங்கு எடுக்கு. இதுதான் கடலைச்செடி. இதாയത്. ഓ ഇതാണ് കടലച്ചെടി അല്ലേ? അപ്പോൾ നമുക്ക് പിരിക്കാം. നമ്മളതാ പിരിക്കാൻ പറ്റുമോ? എന്നാ പിരിക്ക്, നമുക്ക് വീഡിയോ എടുക്കാലോ. എൻ്റെ മോനെ ഇതിങ്ങനെയൊന്നും കിട്ടൂല. மோச்சி இங்க வா. കാണിക്കാതെ അങ്ങനെ അടുക്കി കഴിഞ്ഞിട്ട് കുറേ കടലെല്ലാം പറിച്ച് വിചാരിച്ചല്ലേ. ഞാൻ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് മണങ്ങി കഴിഞ്ഞ ഒരു കൈ കൊണ്ടിങ്ങ് പൊരിക്കും. പക്ഷെ ഭയങ്കര പാടുണ്ട്. വലിച്ച് പറിച്ചിങ്ങ് എടുത്ത് ആദ്യമായിട്ട് കടലൊക്കെ പറിച്ചതിൻ്റെ ഒരിതാണ്, ഒന്നും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം പറിച്ച് റുവാൻ അവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു കുട്ടി വരും വീട്ടിൽ നിന്ന്, ആ കുട്ടിയാണ് ഈ പോകുന്നത്. അങ്ങനെ കുറേ റുവാനായാലും എനിക്കായാലും കുറേ കാണാത്ത സാധനങ്ങൾ കാണാൻ പറ്റി. നമ്മളിവിടെ നിന്ന് പറിച്ചെടുത്ത്. അയ്യോ ഭയങ്കര വെയിൽ കേട്ടോ. കാണിച്ചു തരാം പറിച്ചതേ. കണ്ടോ കടല
കണ്ട എൻ്റെ ചെടിയാണ് അതിൻ്റെ എല്ലാം നോക്കിയാൽ പൂവുണ്ട് ഇവിടെ ഇടല്ലോ ഒരു ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി പൂ കണ്ട. അങ്ങനെ ഇതെല്ലാം ഇവർ പറിച്ചെടുത്ത് ഈ ഒരു വർഷം നമ്മളെപ്പോലെ തിന്നുമല്ല ചെയ്യും, ഒരെണ്ണയാട്ടും ഇതിൻ്റെ. ഇത് കിച്ചും കടലൊക്കെ അത് നോക്ക് എത്ര പാടാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് കടലൊക്കെ പിടിച്ചിട്ടുള്ള സെൽഫി എല്ലാം എടുത്തു. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നേ കണ്ടോ, ഇല്ല ചോളം നട്ടതാ പൊടിച്ചു വന്നല്ലേ. ഇവിടെയൊന്നുമില്ല ഈ സൈഡ്. അതെന്തിനാ പറിക്കാൻ വേണ്ടി പോകുന്നത്? ഈ സൈഡിൽ നെല്ല് ഇടൂ, നെല്ല് പോട്ട് പുടുങ്ങി വയലോട്ടി വീണു. പൊരിച്ചാണ് പൊടിച്ചല്ല ചോളം, ഇതായി കാണുന്ന എല്ലാം ചോളം. കുത്തിയിടുവോ? പിന്നെ ഈ പറഞ്ഞ പോലെ പശുവിനെയും നായിനെയൊന്നും ഒട്ടും പേടിയില്ലാത്തവരൊക്കെ കൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഊട്ടിയിലേക്ക് പോയി കേട്ടോ. ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അന്നവിടെ നിന്നതിൻ്റെ അതിൻ്റെ അപ്പുറത്തെ ദിവസം രാവിലെ നമ്മൾ നല്ല ഊട്ടിയിലേക്ക് പോയി. നല്ല തണുപ്പായിരുന്നു ഊട്ടിയിൽ പോകുന്ന വഴിക്ക്. പിന്നെ അധികം എനിക്കൊന്നും വീഡിയോ വിചാരിച്ച പോലെ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കുറച്ചെടുത്ത വീഡിയോസെല്ലാം ഇതിൻ്റെ അകത്ത് ക്ലിപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇനി ഊട്ടിയിലെത്തിയിട്ട് ഉള്ള വിശേഷം കാണാം കേട്ടോ. നമ്മൾ സേലത്ത് നിന്ന് നേരെ ഊട്ടിയിലേക്ക് എത്തി കേട്ടോ. ഇത് ഈ പൈൻമരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേത് അതിൻ്റെ നടുക്ക് ഞാൻ പോയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ നിന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ക്യാരറ്റും ബ്രൊക്കോളിയും ബീട്രൂട്ടും എല്ലാം ഉള്ളൊരു എച്ചിൻ്റെ കട കണ്ടിട്ട് അവിടെ നിർത്തി നമ്മൾ ബ്രൊക്കോളി വാങ്ങാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഇവനെയും കൊണ്ട് ഞാനിങ്ങനെ ക്യാരറ്റിൻ്റെ സൈഡിൽ നിന്നതാണ്. എന്താ നമ്മൾ ഊട്ടിയിൽ ക്യാരറ്റ് കണ്ടോ, ബീട്രൂട്ട് ബ്രൊക്കോളി. ഇതെന്നാ? യെസ്, എടുത്തേ. അതെന്നാ അത് മതി. അത് ബ്രൊക്കോളി. യമ്മിയാണോ ബ്രൊക്കോളി? എന്തൊരു തണുപ്പാന്ന്, കാറ്റടിക്കുമ്പോ തണുക്കുന്നില്ലേ? കാണിച്ചു തരാം. ഇത് ബ്രൊക്കോളിയാണോ? അവരോട് ഓക്കെ വേണം പറ. എടുക്കട്ടെ ചോദിക്കേ, വേണം சொல்லு, വേണം പറ. ഇതെന്താ? ബ്രൊക്കോളി വേണം പറ. താങ്ക് യു. അങ്ങനെ അടിയുള്ള ചേച്ചിയോട് വർത്താനം പറഞ്ഞ് ഇവനൊരു ബ്രൊക്കോളി എല്ലാം എടുത്ത് കൈമ പിടിച്ച് അപ്പോൾ ആ ചേച്ചി ബ്രൊക്കോളി എടുത്തു തോന്നുന്നു. ആ ബ്രൊക്കോളി അങ്ങനെ ഇവന് ഫ്രീ ആയിട്ട് എടുത്തു. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ശരിക്കും പറഞ്ഞാൽ നന്ന രാവിലെയൊന്നുമല്ല, പക്ഷേങ്കിൽ നല്ല തണുപ്പുണ്ടായിന്. എനിക്ക് നല്ല തണുപ്പാണ്. എനിക്ക് ഈ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റൂല. അപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റെല്ലാം അടിക്കുമ്പോൾ ഭയങ്കര തണുപ്പേനും. റുവാനത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല, അവന് വലിയ പ്രശ്നം കണ്ടില്ല. അല്ലെങ്കിൽ ഇനി ബ്രൊക്കോളി കണ്ട സ്ഥിതിക്ക് തണുപ്പൊന്നും ഏശാത്തയാണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റൂല. ബ്രൊക്കോളി ഭയങ്കര കാര്യം. പിന്നെ ഞാൻ വെറുതെ 2 സെൽഫി എല്ലാം എടുത്ത് അവിടെ നിന്ന് റിട്ടേൺ വന്ന വയനാട് മുത്തങ്ങ കാട് വഴിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളില്ല ചങ്ങല നോക്കിയതിൻ്റെ എന്നും വരുന്നുണ്ട് അതിൻ്റെ വീട്. എങ്ങനെയാണ് അമ്മന് സഫാരി വണ്ടിയാണ് കേട്ടാ. എന്താടാ അമ്മേ അമ്മേ കണ്ടോ അമ്മേന്റെ ഫോൺ നോക്കുന്നത് കണ്ടോ?
നമ്മളിങ്ങനെ പോകുമ്പോൾ മാന്യം ആനേനെയും കാണലുണ്ട് അധികം. ഇപ്രാവശ്യം ലെപ്പേഡിനെ കണ്ടു, ഒട്ടും വിചാരിച്ചിട്ടില്ല ലെപ്പേഡിനെ കാണുമെന്ന്. അതിൻ്റെ ഒരു ഇരുത്തെല്ലാം കാണുന്നതിന് എന്നാ ഒരു ഗമയാണ് ആക്ക്. പിന്നെ അധിക സമയം അങ്ങനെ നിർത്തിയിട്ട് കാണാൻ വേണ്ടി പറ്റൂലല്ലോ, അതുകൊണ്ട് അങ്ങനെ വേഗം വിട്ടു. എന്നാലും റുവാൻ ഭയങ്കര ഹാപ്പിയായി ലെപ്പേഡിനെ കണ്ട സ്ഥിതിക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വയനാട്ടിൽ നിന്ന് നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.